നമുക്കൊരു പോസ്റ്റ് മാർട്ടം നടത്തിയാലോ? പോസ്റ്റ് മാർട്ടം ഡിപ്രഷൻ. ഞാനെന്താ അങ്ങനെ പറഞ്ഞതെന്നല്ലേ. ആക്ച്വലി വിഷയം എന്താണെന്നറിയാമോ? ദിയ കൃഷ്ണയും പേളി മാണിയും തമ്മിലുള്ള സബ്ജക്റ്റാണ്. പേളി മാണി കുട്ടികളെ വെച്ച് സമ്പാദിക്കുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ പേളി മാണി എന്ത് ചെയ്തിരിക്കുന്നു? അതിന് ഓടിപ്പോയി ദിയ കൃഷ്ണയും അങ്ങനെയാണ് എന്നുള്ള രീതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പെണ്ണൻ, നമ്മുടെ കൈസണ്ണൻ, അവൻ ഇതിനെ പരിപാടി കേട്ടോ. അവനിങ്ങനെ കുഴിത്തുരുമ്പും കുനിഷ്ടം പറിച്ചിലാണ്. 4,65,000 പേരുണ്ട് അവൻ്റെ സബ്സ്ക്രൈബേഴ്സ്. പള്ളി ഇമ്മാതിരി ഗോസിപ്പ് കേൾക്കാൻ ആഗ്രഹമുള്ള ഒത്രയും മനുഷ്യർ നമ്മുടെ സൊസൈറ്റിയിലുണ്ടെന്നുള്ളതാണ്. ശരി, ആയിക്കോട്ടെ, എല്ലാവർക്കും ഗോസിപ്പ് ഇഷ്ടമാണല്ലോ, നമ്മളും ഗോസിപ്പൊക്കെ കേൾക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ അതിന് മാത്രം തുറന്നു വെച്ചിരിക്കുന്ന ഒരു മണ്ടൻ്റെ ചാനൽ പോയി കണ്ട് ആത്മസംതൃപ്തി അണയുന്ന ഒരു പ്രത്യേകതരം വിഭാഗത്തിനോട് ഒന്നും പറയാനില്ല. അപ്പോൾ അവൻ ചെയ്ത കുറേയധികം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയും ഫേക്കായ ഒരു നാറിയെയാണല്ലോ ഇത്രയധികം മനുഷ്യർ ഫോളോ ചെയ്യുന്നതെന്ന് ഓർത്തപ്പോൾ സങ്കടം തോന്നി. നിങ്ങൾക്ക് ഒന്നുകിൽ വിവരമില്ല, അല്ലെങ്കിൽ അവൻ്റെ ആ മണ്ടത്തരം, അല്ലെങ്കിൽ അവൻ അതിനകത്ത് എന്തോ ഒരു ക്ലവർനെസ് കാണിച്ച് നിങ്ങളെ അവൻ്റെ ഒപ്പം നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരുടെ വീഡിയോ കാണണ്ട എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം പറയാം, അത്യാവശ്യം നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്ത്, നമ്മളുടെ ഡാറ്റ വേസ്റ്റ് ചെയ്ത് നമ്മൾ കാണുന്നത് എന്തെങ്കിലും ഒരു നോളജുള്ളൊരു വ്യക്തിയുടേതായിരിക്കണം. നിങ്ങൾക്കൊരു നിർബന്ധമില്ലേ? ഒരിത്തിരി കോമൺ സെൻസ് വേണ്ടേ? ഇവനൊരു സ്ത്രീലമ്പടനാണെന്ന് തെളിവ് വന്നിട്ടുണ്ട്. ഇവൻ നിരന്തരമായി സ്ത്രീകളെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് അത് കേൾക്കുമ്പോൾ സുഖം തോന്നിയിട്ടാണോ നിങ്ങൾ ഈ 4 ലക്ഷം പേര് അവൻ്റെ സബ്സ്ക്രൈബറായി കയറിയിരിക്കുന്നത്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഇനി അതെല്ലാം പോട്ടെ. ഇവൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് മെഡിക്കൽ ഫീൽഡാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ പറയാവുന്ന ഒരു വലിയ മിസ്റ്റേക്കാണോ അവൻ പറഞ്ഞതെന്ന് കേൾക്കാം. എന്താ വിഷയമൊന്നുമല്ലേ? അതാണ് കേൾക്കേണ്ടത്. ആ വിഷയം നമുക്കൊന്ന് കേൾക്കാം. എന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് പേടി കമന്റ് ചെയ്ത്. അവൾക്ക് ന്യൂ മോമാണ്, ഇതൊക്കെ കേട്ട് അവൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് പേടി കമന്റ് ചെയ്ത്. അവൾക്ക് ന്യൂ മോമാണ്, ഇതൊക്കെ കേട്ട് അവൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്. പോസ്റ്റ്മോർട്ടം, അതാണ് ഞാൻ പറയണത്. ഇവൻ ഇത്രയും വിവരം കിട്ട മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുത്തൻ പോസ്റ്റ്മോർട്ടോ? എന്താണ് പോസ്റ്റ്മോർട്ടം? ആക്ച്വലി ഈ ഒരു സംഗതി പറഞ്ഞത് ഞാനാണെന്ന് തോന്നുന്നു. ഇവളുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ് എന്നുള്ളത് ഞാനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അതങ്ങനെ വരും. ചൈൽഡ് ബർത്ത് കഴിഞ്ഞ ഒരു 4 to 6 വീക്ക് വരെ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് സ്വാഭാവികമായിട്ടും ഡിപ്രഷൻ ആണെന്ന് നമ്മളങ്ങനെ പേരിട്ട് വിളിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഉണ്ടത് കേട്ടോ. സിവിയർ ആയിട്ട് നിൽക്കുന്നവർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അത് നിർബന്ധമാണ്. ഒന്നാമത് നമ്മുടെ നോർമൽ ലൈഫ് മാറുകയാണ്. ഒരു കുട്ടിയുടെ ചൈൽഡ് ബർത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ 40 ദിവസത്തെ ഒരു ഡേറ്റ്, ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. അതിനകത്ത് നമ്മുടെ സ്റ്റിച്ച് ഉണങ്ങുക, അതുപോലെ മാറ് പിടിക്കുക, ഇത്യാദി പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് നമ്മുടെ നോർമൽ മൂഡ് സ്വിങ്സ് വരും. വളരെ പ്രോബ്ലമാറ്റിക്കാണ്. അത് പെണ്ണുങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് പോസ്റ്റ് പാർട്ടം എന്നാണ്. പോസ്റ്റ് പാർട്ടം എന്നും പറയാം, പോസ്റ്റ്മോർട്ടം എന്നും പറയും. പോസ്റ്റ് മാർട്ടം ഒന്നും ആരും പറയത്തില്ലടാ. മരണപ്പെട്ടാൽ ഒരു ബോഡിയെ ചെയ്യുന്ന പരിപാടിയാണ് പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം ചെയ്യും, കീറി മുറിച്ച് പരിശോധിക്കും, എങ്ങനെ മരിച്ചു, എന്തായിരുന്നു മരണകാരണം എന്ന് കണ്ടെത്തുന്നതിനാണ്. അങ്ങനെ ഒരു ഡിപ്രഷൻ്റെ പേര് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഇവനെപ്പോലൊരു മന്ദബുദ്ധിയാണ് നിങ്ങളൊക്കെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണേ. ഇനി അടുത്ത ഇവൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം പോട്ടെ, പോസ്റ്റ്മോർട്ടം അവിടെ നിൽക്കട്ടെ. ഞാൻ ഇതിനെപ്പറ്റി ഒരു നെറ്റിലൊന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിയാലോ, എനിക്ക് പ്രൊനൗൺസിയേഷൻ തെറ്റാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പക്ഷേ അതിനൊരു എക്സ്ക്യൂസ് പറയും. ബിക്കോസ് എല്ലാവരും പറയുന്നതാണ് കാര്യത്തില്ലല്ലോ. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്പീഡ് കൊണ്ട് ചിലപ്പോൾ ടങ് ട്വിസ്റ്റായി നമുക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ ഇത്രയും വലിയൊരു ഹ്യൂജ് മിസ്റ്റേക്ക് ഒന്നും വരാറില്ല. ഡ്രോമയോ ധറൂമ എന്ന് ഞാൻ പറയാറുണ്ട്. അതിൻ്റെ ആ സ്പെല്ലിംഗ് വെച്ച് വായിച്ച് പറയുന്നതാണ്. അത് ട്രോമ എന്ന് തന്നെയാണ് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് വരും. പക്ഷേ ഇത്രയും ഹ്യൂജ് ഡിഫറൻസ് ഇതുവരെയും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എനിഹോ, ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇവിടെ വയ്ക്കാം. ദ പോസ്റ്റ് പാർട്ടം പീരീഡ്, ഇത് ഇങ്ങനെയാണ് നമ്മൾ പറയുക. അല്ലാതെ ഇതിന് പോസ്റ്റ് മോർട്ടം എന്ന് പറയത്തില്ല, പോസ്റ്റ് പാർട്ടം എന്നാണ് പറയുക. സ്പെല്ലിങ് POSTPARTUM അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ, TUM. ഇതാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഇറ്റ്സ് ബിഗിൻസ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ആൻഡ് ടിപ്പിക്കലി ലാസ്റ്റ് 6 to 8 വീക്സ്. അത് ശരിക്കും പെണ്ണിനുണ്ട്. അവളുടെ ഓരോ വ്ലോഗും എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിയ കൃഷ്ണ ശരിക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ അണ്ടറിലാണുള്ളത്. ആൻഡ്
ഒരു തരം ഇറിറ്റേഷൻ, അറഗൻസ് ഒക്കെ അവൾ കാണിക്കുന്നത് ആ ഡിപ്രഷൻ്റെ മറ്റൊരു സൈഡ് എഫക്റ്റാണ്. അത് സമ്മതിച്ചു. ഞാൻ ചെയ്ത വീഡിയോ ആണ് കേട്ടോ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അവർക്ക് ഉണ്ടെന്ന്. പക്ഷേ ഇവന് അറിയത്തില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും കക്കുന്നത് എടുത്ത് വിഴുങ്ങുന്നത് കൊണ്ടാണ് അവൻ ഈ സാധനം എടുത്തുകൊണ്ട്. സത്യത്തിൽ ഇവൻ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാം, മറ്റ് യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പോയി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവൻ കുറേശ്ശെ പറഞ്ഞ് കട്ട് ചെയ്തിടും. ഇവൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കട്ട് ചെയ്യുക. ഞാൻ വിചാരിക്കുന്നത് ഇവനിങ്ങനെ വെട്ടലാണ്, ഞെട്ടൽ വാദം എന്ന് പറഞ്ഞിട്ടൊരു വാദമുണ്ട്, അതെങ്ങാണ് ഇവനുണ്ടോയെന്നായിരുന്നു എൻ്റെ ഡൗട്ട്. എടാ ഇത്രയും കട്ട് ചെയ്ത് ഇട്ടിട്ടും നീ എങ്ങനെയാടാ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യത്തിൽ ഇവൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊരു കോമൺ സെൻസ് വേണം. ബിക്കോസ് ഒരു സെൻറ്റൻസ് പോലും ഇവന് പ്രോപ്പറായിട്ട് ഒരു മിനിറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. 1 മിനിറ്റ് കൃത്യമായി വെട്ടലില്ലാത്ത ഇവൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാമോ? ഇവനൊരു 30 സെക്കൻഡിനിടയ്ക്ക് ഒരു വെട്ടൽ വരും. അവൻ്റെ വീഡിയോസ് ഫുള്ള് വെട്ടിയാണ്. ഇത്രയ്ക്ക് ഇത് ഞാൻ എന്തുകൊണ്ട് പറയണമെന്നറിയാം. അപ്പം ശരിയാണ്, നമ്മളെ പോലെ തന്നെ ഒരു സഹപ്രവർത്തകനാണ്, ഓക്കെ. ബട്ട് ഐ റിയലി ഫീൽ അഷെയിംഡ്. അതായത് എങ്ങനെ പറയുക, ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തനെയൊക്കെയാണ് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. സത്യം പറയാല്ല, നിങ്ങൾ വ്യൂവേഴ്സിനൊരു ഇതില്ലേടേ, നിങ്ങൾക്ക് വ്യൂവേഴ്സിന് തന്നെ ഒരു ക്വാളിറ്റി ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി മറന്നു പോകുന്നത് കൊണ്ടാണോ ഇത്തരത്തിലൊരു 3rd ക്ലാസ്സിനെയൊക്കെ പോയി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണത്? മനസ്സിലാവുന്നില്ല. ഇനി അടുത്തത് കേട്ടോ, ശരിയാണ്, നമ്മൾ ന്യൂസ് വായിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ ഇത് എന്തുകൊണ്ട് പറയണമെന്നും കൂടെ ഒരു എക്സ്പ്ലനേഷനാണ്. ന്യൂസ് വായിക്കുന്ന ഒരാളുണ്ടാകും, അവരെങ്ങനെയാണ്, അവരുടെ ലാംഗ്വേജ് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ നെവർ, ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് തരണം, എന്തരപ്പി ചോറകളൊക്കെ തിന്നാ വെള്ളങ്ങളൊക്കെ കുടിച്ചാ എന്തിരീ, ഇതൊക്കെയാണ് തിരുവനന്തപുരം ഭാഷ. കുറച്ചുകൂടെ അങ്ങോട്ട് ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിങ്ങൾക്ക് തിരിയത്തില്ല, അമ്മാതിരി ആയിരിക്കും അവരുടെ ലാംഗ്വേജ്. അതേപോലെ നമ്മൾ കാസർഗോഡുള്ളവർ പറയണത് കേട്ടിട്ടില്ലേ, വല്ലാത്തൊരു തരം ഭാഷയാണ്. തൃശ്ശൂർ സൈഡിലൊക്കെ വള്ളുവനാടൻ ഭാഷ വരുന്നതാണ്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മളൊരു വാർത്ത വായിക്കുന്ന മീഡിയത്തിലുള്ള ഒരാൾ പറയത്തില്ല. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് അവിടെ ഒരു കൊച്ച് ആത്മഹത്യ ചെയ്തുട്ടോ എന്ന് ഏതെങ്കിലും ഒരു വാർത്ത വായിക്കുന്ന ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ടോ? ആൻഡ് ബേസിക്കലി ഇവരൊക്കെ ഓരോരോ ജില്ലയിൽ നിന്ന് വന്നവരാണ്. കോട്ടയത്തുള്ളവർ സംസാരിക്കുന്ന എന്നാ അങ്ങനെയാണ് സംസാരിക്കുക, കൊല്ലത്തുള്ളവർ എന്തുവാ, ഓരോരുത്തർക്കും ഓരോ ലാംഗ്വേജസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിതൊരു പ്രൊഫഷനായി ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദയുണ്ട്. അതിവന് ഇല്ല. ഇവന് ഒരു വാഴ അറിയില്ലെന്നുള്ള തെളിവാണ് ഇന്ന് അവ ഇട്ടിരിക്കുന്ന വീഡിയോ. ഇനി രണ്ടാമത്തെ ഒരെണ്ണം കൂടെ ഞാൻ ഈ സെയിം വീഡിയോയിൽ തന്നെ രണ്ടാമത് വന്ന ഒരു സാധനമുണ്ട്, അതും കൂടെ എടുത്തോണ്ട് വരാം. അത് കേട്ടാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം? കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്ന് ആരെന്നെ ഉപദേശിക്കേണ്ട എന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്നെ കുഞ്ഞിന് അവിഞ്ഞ പഴം കഴിക്കാനാണ് താല്പര്യം എന്ന് പറയുന്നത് എന്തിനാണ്? ടോപ്പിക് വന്നത് ഇത്ര നാൾ ബ്ലോഗ് എടുക്കാത്തതിന് ഒരുപാട് റീസൺസ് ഉണ്ടായി. വണ്ണത്തെ റീസൺ ഇതും കൂടെ ടൂ മച്ച് ആയിട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ബുക്കായിട്ട് ജീവിച്ചാലും ശരിയാവത്തില്ല. ബിക്കോസ് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനെ പോലെ എന്റെ വീട്ടിലെ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്റെ കുഞ്ഞിനെ പോലെ വളർത്തിയാലെന്നൊരു തോട്ട് വരും. ആ തോട്ട് റോങ് ആണ്. അപ്പൊ ഞാൻ ആ തോട്ട് എല്ലാവരും ഒന്ന് പ്രേരിപ്പിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നാളൊന്ന് ഒതുക്കി നിന്നു മാത്രമേ ഒന്നുമില്ല. നമ്മുടെ ബേബി ഹാപ്പി കുട്ടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു, ഹാപ്പി ജോളി. ഇടയ്ക്കിടയ്ക്ക് കാര്യം കേട്ടോ, പക്ഷെ എന്തായാലും ഹാപ്പി ജോളിയാണ് മൊത്തത്തില്. ഈ ഹാപ്പി ഞാനും അശ്വനും ഏറെക്കുറെ ഇപ്പൊ നല്ല ട്രെയിൻഡ് ആയി വരുന്നുണ്ട്. ഇവർ എന്ത് കൊടുക്കണം എല്ലാം നമ്മൾ പഠിച്ചു ചെയ്യുന്ന ഇഷ്ടപ്പെട്ട സാധനം. ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അവിച്ച പഴം, അതിനകത്ത് കൽക്കണ്ട ചേർത്ത് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുക. എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം? കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്ന് ആരെന്നെ ഉപദേശിക്കേണ്ട എന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്നെ കുഞ്ഞിന് അവിഞ്ഞ പഴം കഴിക്കാനാണ് താല്പര്യം എന്ന് പറയുന്നത് എന്തിനാണ്? നിർത്തണ പ്രാന്ത. അയ്യോ ശിവനെ, അവിഞ്ഞ പഴം. എടാ അവിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയായ ഡേട്ടുള്ള പഴം, അതിനെയാണ് അവിഞ്ഞതെന്ന് പറയുന്നത്. അവൾ പറഞ്ഞത് അവിച്ചത് എന്ന്. അതായത് നമ്മളിവിടെ എങ്ങനെയാണ് പറയുന്നത്, പുഴുങ്ങുന്നതിനെയൊക്കെ അവിച്ചു എന്നാണ് പറയുക തിരുവനന്തപുരം സൈഡിലോട്ട്. ട്രിവാൻഡ്രത്തൊക്കെ ഒരു സ്ലാങ് അതാണ്. ഇപ്പം നമ്മൾ കപ്പ പുഴുങ്ങി എന്നല്ലേ നിങ്ങളൊക്കെ പറയുക, നമ്മൾ കപ്പ അവിച്ചു എന്നാണ് പറയുക. അതങ്ങനെയാണ്, അവിച്ചതിന് അങ്ങനെയാണ് പറയണത്. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ അങ്ങനെയാണ്. അപ്പം അറിയത്തില്ലയോ, അതിനെയാണ് ഇവ എടുത്തു വെച്ചിട്ട് അവിഞ്ഞ പഴം അത് ഒരു വട്ടം രണ്ടോട്ടൊന്നുമില്ല. അവിഞ്ഞ പഴമാണ് ഇഷ്ടം എന്ന കാര്യം ആളുകളോട് ഷെയർ ചെയ്തത് കൊണ്ട് അത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ലല്ലോ. നീക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അതുമില്ല. കുഞ്ഞിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത, ഒട്ടും വാല്യുബിൾ ഇല്ലാത്ത ഒരു ഇൻഫർമേഷൻ എന്തിനാണ് ഷെയർ ചെയ്യേണ്ട ആവശ്യം? ഇനി ആളുകൾ ഇതും ജഡ്ജ് ചെയ്യില്ലേ? ഇത്രയും പൈസ ഉണ്ടായിട്ടും കുഞ്ഞിന് അവിഞ്ഞ പഴമാണ് കൊടുക്കുന്നതെന്ന് പറയില്ലേ? എന്റെ കുഞ്ഞിന് ആരൊന്നും പറയേണ്ട എന്ന് പറയുന്ന ആള് തന്നെ പിന്നെ എന്തിനാണ് കുഞ്ഞിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുക്കുന്നത്? ഇതൊക്കെയാണ് പ്രശ്നം. ഇവനെ ഉണ്ടല്ല മുക്കാലി കിട്ടി നല്ല തിരച്ചി വലിഞ്ഞ് കൊത്തണം. എടാ പ്രാന്ത. ഞാനിത് പറയണമെന്നറിയാം സീരിയസ്ലി, നിങ്ങൾക്ക് ഇനി മറ്റൊന്നും തോന്നണ്ട. ജമ്മന ഊളയാണെന്ന് തോന്നുന്നു, അല്ലാണ്ട് എന്താ പറയുക. അത് അങ്ങനെ ഒരു അവിഞ്ഞ പഴം കൊച്ചിക്ക് കൊടുക്കുമോ? ഇപ്പം ശരി, നമ്മുടെ ഒരു ലാംഗ്വേജ് മനസ്സിലായില്ല, കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? അവിഞ്ഞ പഴം കൊച്ചിന് കൊടുക്കേ?
കിട്ടിയതാവട്ടെ എടുത്തു വെച്ചങ്ങോട്ട് അലക്കുക, അത്ര തന്നെ. പെണ്ണുങ്ങളങ്ങോട്ട് ഒരധികം കിട്ടുന്ന ഒരവസരം കളയരുത്. പെണ്ണായി പൊണ്ണായി പോങ്ങായി എടാ, നിന്നെ പെണ്ണുങ്ങൾ തല്ലുന്ന ദിവസം അധികം ദൂരമല്ലടാ. എനിക്കതൊന്ന് കണ്ട് കോൾമയർ കൊല്ലണമെന്നുള്ളതാണ്. എച്ചക്കല നാറി. അതെല്ലാം പോട്ടെ. ഞാൻ ഈ വിഷയം പറയാൻ വന്നതിൻ്റെ കാരണം എനിക്ക് സത്യത്തിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് പറയാനുള്ളത്. പോയി ചാത്തൂടെ നിനക്കല്ല ഇത്ര താല്പര്യം നിനക്കൊക്കെ അത്രയ്ക്ക് വീഡിയോസ് കിട്ടുന്നില്ലേ? വേറെ ആരുടെയും വീഡിയോ കിട്ടുന്നില്ലേ? കുറച്ചൊക്കെ ബോധം വേണ്ടേടെ ഊളകളെ ഇവൻ്റെ ചാനൽ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. ഇവൻ പറയണ നുണയും ഇവന് യാതൊരു ക്വാളിറ്റിയോ വിവരോ ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ മണ്ടൻ്റെ മണ്ടത്തരം കാണാനാണ് ഞങ്ങൾ അവിടെ പോയിരിക്കുന്നത്. നാണല്ലേ നിങ്ങൾക്ക്? ഇതെല്ലാം പോട്ടെ. കൽപ്പന ചേച്ചി മരിച്ചില്ലേ? മരിച്ച സമയത്ത് ഇവൻ പറഞ്ഞ കൽപ്പന ചേച്ചി ആത്മഹത്യ ചെയ്തതാണെന്ന്. ഉടനെ തന്നെ വീഡിയോ മുക്കി. അത് കണ്ടിട്ട് വേറെ കുറേ അവന്മാരും എടുത്തു വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടനെ വീഡിയോ മുക്കി. അതായത് യാതൊരുവിധ അന്വേഷണങ്ങളോ ഒന്നുമില്ല. ഇവൻ ഏതൊക്കെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ ഉണ്ട്, അവിടുന്ന് ചൂണ്ടിക്കൊണ്ടുവരും, ഇവിടുന്ന് ചൂണ്ടിക്കൊണ്ടുവരും. എന്നിട്ട് പെണ്ണുങ്ങളെ മാത്രം അങ്ങോട്ട് ഓറിയൻറ്റ് ചെയ്തിട്ട് ഇരുന്ന് അങ്ങ് തകർക്കും. മനസ്സിലായോ? മിസ്റ്റേക്ക് വിൽ ഹാപ്പൻ. ഇതിപ്പോൾ നമുക്ക് വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചില സമയത്ത് ചില മിസ്റ്റേക്കുകൾ നമുക്ക് വരാറുണ്ട്. പക്ഷേ ഈ ജാതി വാണത്തരം ഞങ്ങൾ ചെയ്യാറില്ല. ഒരു നാട്ടിൻ്റെ ഒരു ഭാഷയാണ്. ഇനിയിപ്പം അതിൻ്റെ താഴെ എത്രയോ കമൻസിൻ്റെ ബഹളമാണ്. കമൻസ് നോക്കുമ്പോൾ കമൻസ് ഫുൾ ഓഫ് അവന് തിരുത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം പോലും അവൻ അതിന് മറുപടി കൊടുത്തില്ല. യെസ്, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. എനിക്കും അങ്ങനെ മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ കമൻസ് വരുമ്പോൾ പറയും യെസ് ഓക്കെ മനസ്സിലായി എന്ന്. പിന്നെ ഈ കമൻസ് ഇടുന്നവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമൻറ്റ് ഇട്ടാൽ അത് കണ്ട് അതിന് താഴെ വീണ്ടും അതേ കമൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒക്കില്ല. ഈ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാൻ പോകുന്ന വാഴകളോട് എൻ്റെ ചോദ്യം, നീയൊക്കെ ഇരുന്ന് കാണുമെന്നുള്ളതുകൊണ്ടല്ലേ ഈ മണ്ടത്തരം വിളിച്ച് പറയണേ? എടേ, കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഇവൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഇവൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് പടു കോമഡികളാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എബിലിറ്റി എന്താണ്? നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ മിനിമം എബിലിറ്റി എന്താണ്? എത്രയോ പെൺകുട്ടികൾ ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കുറച്ച് ഏജ് കൂടിയ ആൾക്കാരാണ്. ഏജ് കുറഞ്ഞപ്പം രണ ഫാത്തിമയൊക്കെ നോക്കുക, മണിക്കൂർ കണക്കിട്ടിരുന്ന് സംസാരിക്കാൻ യാതൊരു ബ്രേക്കും ഇല്ലാണ്ട് അവരെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കോൺസ്റ്റൻ്റ്ലി അവർ ആ സബ്ജക്റ്റിനെ പറ്റി റിലേറ്റ് ചെയ്ത് പറയാം. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആധികാരികമായി ആ വിഷയത്തിൽ പഠനം നടത്തിയിട്ട് പറയുന്നത് കൊണ്ടാണ്. അതാണ് ഈ ഫ്ലോ കിട്ടുന്നത്. മണിക്കൂർ കണക്കിട്ട് പറയാൻ പറ്റുന്നത് ആ വിഷയത്തിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇവൻ ഒരു വിഷയവും പഠിക്കാറില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അവൻ്റെ വെട്ടൽ എഡിറ്റിംഗ്. വൈ എഡിറ്റഡ്? അതിൻ്റെ റീസൺ അവൻ പറയുന്നത് വേറെ ആരോ ഇരുന്ന് മെനക്കെട്ടിരുന്ന് എഡിറ്റ് ചെയ്താണ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഞാൻ അവനെ ഡിസ്കറേജ് ചെയ്യുന്നതല്ല, ഞാൻ അവനെ ഡീഗ്രേഡ് ചെയ്യുന്നതുമല്ല. ബട്ട് കാണുന്ന നിങ്ങൾക്ക് ഇവിടെ എത്രയോ ഇതിനെക്കാട്ടിയൊക്കെ എത്രയോ നല്ല മനു എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ ചെയ്യുന്നുണ്ട്, ദേവ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് ഇത്ര ക്യാറ്റ് വാക്കെന്ന അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എത്ര നല്ല ഫ്ലൂവൻ്റ് ആയിട്ടിരുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ നല്ല വിശകലനമാണ് നടന്നത്. ആ നന്മ നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ. നിങ്ങൾക്ക് പെണ്ണുങ്ങൾ അവരാധിക്കുന്ന കേരളം അതല്ലേ? അതുകൊണ്ടാണ് നിങ്ങളാണ് അവനെ ഇങ്ങനെയുള്ള നാറികളെ വളർത്തുന്നത്. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ അവൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെ ഡെപ്തും വേദനയും മനസ്സിലാവും എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ഞാനൊരു അഭിപ്രായം പറഞ്ഞു. പോസ്റ്റ്മോർട്ടം അല്ലടാ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഒരു വാഴ ഉണ്ടേ അറിയത്തില്ലെങ്കിൽ നിനക്ക് ജോലി കിട്ടിയ സ്ഥാപനത്തിന് സല്യൂട്ട് കേട്ടോ. ദൊണ്ണകളെയാണ് അവിടെ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത്ര പോലും വിവരമില്ലാത്ത ഒരുത്തനാണ് റിയാക്ഷൻ വീഡിയോയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. നിന്നെപ്പോലുള്ള സാമൂഹ്യ ദുരന്തങ്ങളാണ് സത്യം പറഞ്ഞ മാന്യമായി ജീവിക്കുന്ന യൂട്യൂബേഴ്സിന് അപമാനം. വല്ലാത്ത ജാതി ജന്തുവിന് കുറച്ചൊക്കെ നോളജ് വേണ്ടേടാ. നമ്മളെന്താ പറയണേന്നുള്ളതിൻ്റെ ഒരു ഇത് വേണ്ട. ദിയ കൃഷ്ണ, പോളിമാണി രണ്ടും നല്ല ഊപ്പർ സാധനങ്ങളോ എന്നാൽ നമ്മൾ ഇതെടുത്ത് വെച്ചങ്ങോട്ട് അറുമതിക്കുമ്പോൾ കുറേ വ്യൂ കിട്ടുകയും ചെയ്യും. അയ്യോ, ആറ്റം ബോംബ് വ്യൂവിനൊന്നും ഒരു കുണപ്പോ ഇല്ല. ഈ അഞ്ചാതി വ്യൂ എന്നറിയാമോ? 4 ലക്ഷത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവൻ്റെ ആ ഒരു റേഷ്യോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നോക്കട്ടെ ആ വ്യൂ എത്രയുണ്ടെന്ന്. 28K 6 മണിക്കൂർ മുമ്പ് ഇട്ടതാണ്. 28,000 പേര് അത് കണ്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ നിർത്തണം അതിൻ്റെ ചിലപ്പ് കേൾക്കാനല്ല വന്നത്. 88 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ആരാ ഒരാൾ ബ്രോ വല്ല പണിക്കും പോകുന്നത്. കറക്റ്റാണ്, വല്ല പണിക്കും പോടാ എന്നറിയും. അവരുടെ ചാനൽ, അവരെ കുട്ടി, അവർ ക്യാമറ. ഇത് കേട്ടിട്ടില്ല കേട്ടോ, കേട്ടിട്ടില്ല. ഇപ്പോൾ ഇര പേളിയാണല്ലേ, കുറച്ചായിട്ടൊന്നുമില്ലേ? വമ്പൻ ഇതാണ്. അവിച്ച പഴം എന്നാ പറഞ്ഞാൽ വേവിച്ച പഴം. തിരുവനന്തപുരത്ത് അങ്ങനെ പറയും. ഇപ്പോൾ കുറേ അച്ഛന്മാരും പെൺകുട്ടികളും വീഡിയോയുമായി ഇറങ്ങിയിട്ടുണ്ട്. ഓവർ സ്നേഹപ്രകടനങ്ങൾ. അവിഞ്ഞ പഴമല്ല, അവിച്ച പഴം എന്നാണ് പറയുന്നത്. ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ പഴം ആവിയിൽ വേവിക്കുന്നതിന് അങ്ങനെയാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ല, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. മറുപടി ഇട്ടിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം തന്നെയല്ലേന്ന്. അയ്യോ, ഒന്നും പറയാൻ വയ്യ. ഞാൻ പേളിയുടെ വീഡിയോ കാണുന്നത് മക്കളെ കാണാനാണ്. കറക്റ്റ്, അതൊക്കെ സത്യമാണ്. അവരുടെ കൊച്ചിനെ അവർ കാണിക്കട്ടെ, അത് അവരുടെ ഇഷ്ടം അല്ലേ? വരും വരായികൾ അവർ നോക്കിക്കൊള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളാണ് കൂടുതലും മന്ദബുദ്ധി ഡയലോഗ് വന്നിരിക്കുന്നത്. ആരും ഇത് തിരുത്തിയിട്ടില്ല. പേളി മാണിയെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് കുറേ പേര്.
പേളിമണി ശരിയല്ല എന്നുള്ള ടൈമാണ് അവർ പറയുന്നത്. അവിഞ്ഞ പഴമല്ല അവിച്ച പഴമൊന്നും. കോമഡി പീസ് ഒന്നുമില്ല. നമ്മളൊരു സബ്ജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനെപ്പറ്റി പഠിക്കുക, പഠിച്ച ശേഷം അവതരിപ്പിക്കുക. അത് പിന്നെ നിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അതൊക്കെ മതിയായിരിക്കും. എല്ലാം നിന്നെപ്പോലുള്ള വാഴകളായിരിക്കും. സത്യമാണോ? നിന്നെപ്പോലുള്ള വാഴകൾക്ക് നിന്നെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് കാണാൻ തോന്നുള്ളൂ. മര്യാദയും ബോധമുള്ള ഒരുത്തം പോലും നിന്നെ ഫോളോ ചെയ്യത്തില്ല. കാരണം നീ പറയുന്നതൊക്കെ അട്ടർ ഫേക്കും നോൺസെൻസും ആണെന്ന് ഒരു 100 വട്ടം ഞങ്ങളൊക്കെ തെളിയിച്ചതാണ്. എന്നാലും പിന്നെ അത് വിശ്വസിച്ച് വന്നിരുന്ന് തള്ളുന്നതാണ്. എച്ചാതി വാണക്കുറ്റി. നാറി. ഇവനൊരു യൂട്യൂബർ അത്ര.